ഫീനിക്സ് മീഡിയ മ്യൂസിക് ഡാൻസ് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ പ്രവർത്തനോദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് ആറ്റിങ്ങൽ സബ് ട്രഷറർക്ക് എതിർവശം മുല്ലശ്ശേരി ബിൽഡിംഗിലായി പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ജഗതി ശ്രീകുമാറിന്റെ മകനും സിനിമാ നിർമ്മാതാവുമായ രാജ്കുമാർ ജഗതിയും, ഡബ്ബിംഗ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകനും നിർവഹിച്ചു. നാദാതെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ. പ്രാസംഗികനോ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഒരുപാട് അറിവുള്ള കാര്യങ്ങൾ, ഒത്തിരി നല്ല കാര്യങ്ങൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രത്തോളം എനിക്ക് പറയാനൊന്നും അറിയില്ല. പിന്നെ സാധാരണ പപ്പ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അറിയാമല്ലോ, അത്രത്തോളം ഒന്നുമില്ല. എങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, എൻ്റെ സഹോദരൻ തുടങ്ങിയ ഈ സ്ഥാപനം അത് നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ. ഇതുപോലെ തന്നെ ഒരു 3-4 സ്റ്റുഡിയോ തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് വിഷ്ണുവോട് പ്രാർത്ഥിക്കുന്നു. സഹോദരന് എല്ലാവിധ ആശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. ഇവിടെ 10 വർഷമായി പപ്പ വെള്ളിത്തിരയിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷെ ഇപ്പോഴും പപ്പയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള സഹപ്രവർത്തകരെല്ലാവരും പപ്പയോടൊപ്പം പങ്കിട്ട നിമിഷങ്ങളും എല്ലാം ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ ഇപ്പോഴും ഓർക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അത് തന്നെ ജനങ്ങളുടെ പ്രചോദനമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ശരിയായി വരും, ശരിയായി വരണം. ഈശ്വരാനുഗ്രഹം എല്ലാം നന്നായിട്ട് ശരിയാവും. പപ്പയെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ ഞാൻ ഇമോഷണലാവും. അതുകൊണ്ടാണ് ആക്ച്വലി വലിയ പ്രസംഗമോ അങ്ങനെയൊന്നും വേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം. അല്ല, വേറെ ഒന്നും കണ്ടല്ല. ഞാനൊരു സമയത്ത് ഒരു 2 ദിവസത്തിൽ കൂടുതൽ തിരുവനന്തപുരത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം ഡബ് ചെയ്യാനായിട്ട് എല്ലാ സീരിയലായാലും സിനിമയായാലും ഒക്കെ ഡബ് ചെയ്യാനുള്ളതുകൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് മാറാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ടെക്നോളജി വികസിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും എവിടെ പോയാലും സ്റ്റുഡിയോകളുണ്ട്. ഇപ്പോൾ ആറ്റിങ്ങൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളരെ പ്രാദേശികമായ സ്ഥലത്ത് പോലും സ്റ്റുഡിയോസ്, ഡബിംഗ് സ്റ്റുഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതും അതുപോലെ ഒരു ആർക്കും ആറ്റിങ്ങൽ വന്നിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു അത്യാവശ്യം ഡബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോറ്റിയെ വിളിക്കാം. പോറ്റിയെ വിളിച്ചാൽ ഇവിടെ വന്ന് ഡബ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനാണെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ ഓൺ ദ വേ പോകുന്ന വഴിക്ക് അത്യാവശ്യം ചേട്ടാ ഒരു ഡയലോഗ് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പോറ്റിയെ വിളിച്ചിട്ട് ഇവിടെ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഈ ഒരു ഫീനിക്സ് സ്റ്റുഡിയോ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ചടങ്ങിൽ ആലപ്പുഴ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പങ്കജാക്ഷൻ, ഡോക്ടർ പന്തളം ബാലൻ, വിനോദ് നീലാംബരി, ഖലേഷ് പരവൂർ, വേദശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ തുടങ്ങിയവർ നിറസാന്നിധ്യമായി നിലകൊണ്ടു. ഫീനിക്സ് മീഡിയ എന്ന സ്ഥാപനം വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ശോഭിച്ചേട്ടനെ മാനസ ഗുരുവായി സങ്കല്പിച്ച് ഡബ്ബിങ്ങിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. പരമാർത്ഥമായൊരു കാര്യമാണ്. അതിൽ ഒരുപാട്
നല്ല കാര്യങ്ങൾ എനിക്ക് അതിലൂടെ നേടുവാൻ കഴിഞ്ഞു. ഇന്ന് ഈ സ്ഥാപനത്തിന് ഒരു പേരിടുവാനും കഴിഞ്ഞു. അതിന് ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തിനാണ് എൻ്റെ ഒരു നന്ദി പറയേണ്ടത്. ഇനി സ്വാഗതം ഒതുക എന്നുള്ളതാണ്. നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമാൻ ഷോബി തിലകൻ സാറിന് എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. സുധീഷ്, അദ്ദേഹത്തിൻ്റെ അനിയൻ സുധി, സോനു, ഒട്ടേറെ എനിക്ക് സ്വന്തം സഹോദരനെ പോലെ തന്നെ എൻ്റെ കൂടെ ഒപ്പം നിന്ന് എല്ലാ കാര്യത്തിലും നിന്ന ശ്രീ അമിത്, അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ സഹായിയായി നിന്ന ശ്രീമാൻ ഷോർട്ട് ഫിലിം മേക്കറാണ്. സ്വതന്ത്രമായി സിനിമയുടെ ഡയറക്ടിങ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീമാൻ സജീവ് അവർക്കും എൻ്റെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എൻ്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ ക്യാമറമാൻ ആണെങ്കിലും സ്റ്റിൽ ഫോട്ടോഗ്രാഫി എത്തിയ എൻ്റെ സുഹൃത്തിനെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഓരോ അഡ്വക്കേറ്റ്സിനും എൻ്റെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പേരെടുത്ത് പറയാൻ അറിയാത്തത് കൊണ്ടാണ്, ക്ഷമിക്കണം. എല്ലാവർക്കും എൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. ശേഷം പ്രസ്തുത ചടങ്ങിൽ അഭിനയ കുലപതി തിലകൻ സ്മരണാർത്ഥം നാദരസ പുരസ്കാരം ഷോബി തിലകനും, ഫീനിക്സ് സ്നേഹോപഹാരം ഡിവൈഎസ്പി പങ്കജാക്ഷനും, രാഗഭൈരവി പുരസ്കാരം ഡോക്ടർ പന്തളം ബാലനും, പ്രണവനാഥ പുരസ്കാരം വിനോദ് നിലാംബരിക്കും, നവാഗത പുരസ്കാരം കലേഷ് പരവൂറിനും നൽകി. കൂടാതെ ഒട്ടനവധി വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഫീനിക്സ് മീഡിയ മാനേജ്മെന്റ് ചടങ്ങിൽ പൊന്നാടയും പുരസ്കാരവും നൽകി ആദരിക്കുകയും ചെയ്തു. ശേഷം ചടങ്ങിൽ മാനേജ്മെന്റ് മുൻകൂട്ടി പ്രഖ്യാപിച്ചതനുസരിച്ച് നിർധന കുടുംബത്തിൽപ്പെട്ട വ്യക്തിക്ക് ചികിത്സാ ധനസഹായ വിതരണവും നൽകി. എന്ത് റിസ്ക് എടുത്താലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇവിടെ ഈ ഫംഗ്ഷൻ വരണം, ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചാണ് ഞാൻ അന്നേരം ലീവ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് തിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. അത് ഞാൻ ചെയ്ത ഇത്രയും നാൾ ചെയ്ത നല്ല മനസ്സിന് ഉള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇങ്ങനൊരു പ്രസ്ഥാനം വളർന്നു വരാൻ കാരണമായത്. വേദിയിലും സദസ്സിലുമായി ഒട്ടനവധി പേരാണ് സന്നിഹിതരായതും. ഇന്ന് രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ഫീനിക്സ് മീഡിയയുടെ ഉദ്ഘാടന ചടങ്ങുകൾ സമാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഓഫീസിൻ്റെ ഉദ്ഘാടനം ജഗതി ശ്രീകുമാറിൻ്റെ മകൻ ശ്രീ രാജ്കുമാർ ജഗതി, നമ്മുടെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ശ്രീ ഷോബി തിലകൻ അവർ, ധനസഹായം പ്രഖ്യാപിച്ചിരുന്നത് ആലപ്പുഴ നാർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ്പി ശ്രീ ബി പങ്കജാക്ഷൻ അവർ നിർവഹിച്ചു. എല്ലാറ്റിനും പ്രാർത്ഥിച്ച സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി രേഖപ്പെടുത്തി. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ.